ഇറാന്റെ മുന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ദുർബല രാഷ്ട്രം മാത്രമാണ്. ഇറാന്റെ ശക്തിക്ക് മുന്നിൽ ഇസ്രായേലിന് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലെല്ലാം സർവ്വസന്നാഹങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇസ്രായേൽ തകരുമോ? ഇസ്രായേലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് നെതന്യാഹുവിനും ട്രംപിനും ഉള്ളത്. ഇപ്പോൾ രണ്ടാമത് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാഡ് ആർ ഫോർഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് ഈ കപ്പൽ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത്? അബ്രഹാം ലിങ്കൺ ഉണ്ട്, അതുപോലെ അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ ധാരാളം വ്യോമതാവളങ്ങളുണ്ട്, മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് ജെറാഡ് ആർ ഫോർഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇസ്രായേലിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നതാണ്. ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്താൻ ഈ ഒരു കപ്പൽ ഉണ്ടായേ തീരൂ. അതായത് ഇസ്രായേൽ ഇറാന്റെ മുന്നിൽ ദുർബലമാണ്. ഇറാന്റെ ആക്രമണങ്ങളെ തടയുവാനോ ആ ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഇസ്രായേലിന് ഒരു കാരണവശാലും സാധ്യമല്ല. അമേരിക്ക ഉണ്ടായാൽ പോലും എന്താകുമെന്നത് കണ്ടറിയേണ്ട വിഷയം തന്നെയാണ്. നിങ്ങൾക്കിവിടെ ഈ മാപ്പിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ അമേരിക്കയുടെ ജെറാഡ് ആർ ഫോർഡ് വരുന്നത് ജിബ്രാൾട്ടോയ് ഈ വഴിയാണ് അത് കടന്നു വരുന്നത്. ഇതിലെ നേരെ മെഡിറ്ററേനിയൻ കടലിലേക്കാണ് ഇപ്പോൾ സൈപ്രസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇസ്രായേലിന്റെ തൊട്ടുപുറത്തുള്ള ഈ ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിലേക്കാണ് ഇപ്പോൾ ജെറാഡ് ആർ ഫോർഡ് വരുന്നത്. ഈ കപ്പൽ വ്യൂഹത്തിന് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഈ കപ്പലിൽ നിന്നും ജെറാഡ് ആർ ഫോർഡ് എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും ഇറാനിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തേത് ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ, ഇസ്രായേലിന് നേരെ വരുന്ന മിസൈൽ ആക്രമണങ്ങൾ ഈ കപ്പലിൽ വെച്ച് ഡിസ്ട്രോയറുകൾ ഉപയോഗിച്ചുകൊണ്ട് തടുക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാണ് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഈ കപ്പൽ വരുന്നതിനുള്ള ഉദ്ദേശം. ഇവിടെ നിന്ന് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് എത്ര ദൂരമാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1665 കിലോമീറ്റർ ആണ്. ഈ ഒരു ദൂരമാകുമ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ആക്രമണം നടത്താൻ സാധിക്കും. കാരണം ഏകദേശം ഈ ഒരു ബോർഡറിലെത്തി ഏകദേശം ഒരു 1300 കിലോമീറ്റർ 1250 കിലോമീറ്റർ ദൂരെ വന്നാൽ തന്നെ ടെഹ്റാനിലുള്ള ലക്ഷ്യങ്ങൾക്ക് നേരെ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തുവിടാൻ സാധിക്കും. ഏകദേശം 200-300 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ടെഹ്റാനെ ആക്രമിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാന്റെ പല മേഖലകളിലേക്ക് നമുക്കറിയാം, ഓരോ ഭാഗത്തേക്ക് നമുക്ക് പരിശോധിക്കുമ്പോൾ 1300, 1400, ഏകദേശം ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്കറിയാം ബന്ദർ അബ്ബാസിലേക്ക് ഒരിക്കലും മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ആക്രമണം നടത്തുകയില്ല. അതേസമയത്ത് ടെഹ്റാന്റെ ഭാഗങ്ങളെ, ഈ പരിസരങ്ങളെ ആയിരിക്കും മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ആക്രമിക്കുക. ഈ ഭാഗം, അതായത് ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഈ ഭാഗം, ഇവിടെയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്ന് നമുക്കറിയാം. ഈ ഹോർമുസിന്റെ ഭാഗത്ത് ഇവിടെയാണ് ബന്ദർ അബ്ബാസ്, ഇവിടെയാണ് ഇറാന്റെ നാവിക സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഈ ഭാഗത്തെ ആക്രമിക്കാൻ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പൽ നിലനിൽക്കുന്നത് ഒമാൻ കടലിന്റെ ഭാഗത്താണ്. അറേബ്യൻ കടലിന്റെ ഈ ഒരു ഭാഗത്ത്, ഒമാനിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്താണ് എബ്രഹാം ലിങ്കൺ നിലനിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പരിശോധിച്ചാൽ ഏകദേശം ബന്ദർ അബ്ബാസിലേക്ക് വരുന്ന ദൂരം നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 895, ഏകദേശം 1000 കിലോമീറ്ററിന് താഴെയാണ്. അതുകൊണ്ട് ബന്ദർ അബ്ബാസിനെ ആക്രമിക്കാൻ അമേരിക്കക്ക് ഈ ഭാഗത്ത് നിന്ന് സാധിക്കും. യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഏറ്റവും വലിയ ഭയമുള്ളത് ഇറാന്റെ പ്രത്യാക്രമണങ്ങളാണ്. ഈ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഇറാൻ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം ഇറാനെ വലയം ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുക എന്നതാണ് അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഈ മിസൈലുകളെ ഒന്നും തടുക്കാനോ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന നാശനഷ്ടങ്ങളോ കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആസർബൈജാന്റെ ഭാഗത്ത് നിന്ന് ടെഹ്റാന് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ ഇസ്രായേലിന്റെ ഈ ഭാഗത്തു നിന്ന്, അതുപോലെ അമേരിക്കയും ഇസ്രായേലും ജോയിൻ ആയിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇവിടെ നിന്ന് ഉണ്ടാവുക. ഇവിടെ നിന്ന് ആക്രമണങ്ങൾ വരുന്നു. സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ, സിറിയൽ റഖയിൽ അമേരിക്കക്ക് വ്യോമതാവളങ്ങളുണ്ട്, അവിടെ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ അറബിക്കടലിൽ നിന്നുള്ള ആക്രമണങ്ങൾ വരുന്നു. ഈ
അതുപോലെ ഖത്തർ ഇവിടെയാണുള്ളത്. പക്ഷെ ഖത്തറിൽ നിന്ന് ആക്രമണം നടത്താൻ സാധിക്കുമോ എന്നറിയില്ല. ഖത്തർ വ്യോമ സ്ഥാപനങ്ങൾ ഉപയോഗിക്കാൻ, ഇറാന് നേരെ ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല നിലവിൽ. പക്ഷേ അമേരിക്ക എന്ത് നിലപാടായിരിക്കും അവിടെ സ്വീകരിക്കുക യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ UAE, ഇവിടെയെല്ലാം അമേരിക്കക്ക് വ്യോമതാവളങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഉപയോഗിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായിരുന്നാലും അഫ്ഗാനിസ്ഥാൻ അമേരിക്ക പലതവണ അവിടെയുള്ള വ്യോമതാവളങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ താലിബാൻ അനുവദിച്ചിട്ടില്ല. ഇങ്ങനെ ഇറാന് വലയം ചെയ്തുകൊണ്ട് 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ സബ്മറൈനുകളും കപ്പലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിലൂടെ ഇറാനെ തളർത്തിക്കളയുക, അതിൽ ഇറാന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ സൈനിക നേതൃത്വം ഇവരെയൊക്കെ വധിക്കുക, ഇങ്ങനെയുള്ള ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പദ്ധതിയിടുന്നത്. പക്ഷെ ഇറാൻ ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കും എന്നത് വ്യക്തമല്ല. ഒരു മുൻകൂർ ആക്രമണം നടത്താൻ ഇറാൻ തീരുമാനിച്ചാൽ ഈ ആക്രമണങ്ങൾ ഒരു പരിധിവരെ പൊളിക്കാൻ സാധിക്കും. പക്ഷേ ഈ മെഡിറ്ററേനിയൻ കടലിൽ നിന്നും, അതുപോലെ തന്നെ അറബിക്കടലിൽ നിന്നും, ഒമാൻ കടലിൽ നിന്ന്, അതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് നിന്ന്, ജോർദാനിലുള്ള അമേരിക്കൻ താവളങ്ങളിൽ നിന്ന്, സിറിയയിൽ നിന്ന്, അതുപോലെ ആസർബൈജാനിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുമ്പോൾ, ഒരേ സമയം ആക്രമണം നടത്തുമ്പോൾ, ഇനി അതൊരു മുൻകൂർ ആക്രമണം നടത്തി പരാജയപ്പെടുത്തുക എന്നത് ശ്രമകരമായ കാര്യമാണ്. എങ്കിൽ പോലും ഒരുപക്ഷെ ഇറാൻ ഈ ഭാഗത്തേക്കെല്ലാം മിസൈൽ ലക്ഷ്യങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒരേ സമയം ആക്രമണം നടത്തുക എന്നത് ഒരുപക്ഷെ ഇറാന്റെ പദ്ധതിയായിരിക്കും. എന്താണ് സംഭവിക്കുക എന്നത് ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ഉള്ളത്. കാരണം കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ചിത്രമല്ല ഇന്ന് നിലവിലുള്ളത്. കാരണം അമേരിക്ക അത്രയും വലിയ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ചർച്ചയുടെ മറവിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായിരുന്നാലും ഇറാൻ ഇതിനെയെല്ലാം തകർത്തെറിയുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്.